നമസ്കാരം. ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റും ജാമ്യവും അതിനെ തുടർന്നുണ്ടായ ചർച്ചകളൊന്നും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് പിന്നാലെ വർഗീയ വിഷം തുപ്പുന്ന പല വാക്കുകളും ചില സംഘപരിവാർ സംഘടനകളുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് വരുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് എന്ന് പറയണം. ഇപ്പോൾ KP ശശികല, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് KP ശശികലയുടെ ഒരു പരാമർശമാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. KP ശശികല തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ച ഒരു വാക്ക്, സ്ത്രീകളുടെ സ്തനങ്ങൾ കത്തോലിക്ക സഭ പിഴുതെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക്, അങ്ങേയറ്റം ദൗർഭാഗ്യകരം എന്ന് പറയാം. ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ പ്രധാനപ്പെട്ട സംഘടനകളുടെ ഭാഗമായിരിക്കുന്ന ആളുകൾ ഒരു സമുദായത്തെ മുഴുവൻ അധിക്ഷേപിച്ചുകൊണ്ട് പറയുന്നു എന്ന് കാണുമ്പോൾ അത് ദൗർഭാഗ്യകരം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ തുടർന്ന് KP ശശികല, RV ബാബു അടക്കമുള്ള സംഘപരിവാർ നേതാക്കൾ ക്രൈസ്തവർക്കെതിരെ നടത്തുന്ന അധിക്ഷേപ പരാമർശങ്ങളും ആരോപണങ്ങളും ഭീഷണികളും ഇതുവരെയും അവസാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കന്യാസ്ത്രീകൾക്കൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്ത പെൺകുട്ടികളുടെ മൊഴി മാറ്റിയതാണെന്നും അത് കമ്മ്യൂണിസ്റ്റുകാർ ഇടപെട്ടിട്ടാണ് അത്തരത്തിൽ മൊഴിമാറ്റൽ ഉണ്ടായതെന്നുമാണ് KP ശശികല ആരോപിക്കുന്നത്. രാഷ്ട്രശത്രുക്കൾ ഒരുമിച്ച് തന്നെ ആ പാവം കുട്ടികളുടെ അവസ്ഥ കഷ്ടം. പ്രത്യേക സാമൂഹ്യ പരിരക്ഷ കിട്ടേണ്ടവരാണവർ. കഞ്ചാവും പെണ്ണുമായി ആറാടി നടക്കുന്നവനെ ആ പരിരക്ഷയിൽ പൊതിഞ്ഞു പിടിക്കാൻ വെമ്പിയവരാണ് ഈ കുട്ടികൾക്ക് അത് നിഷേധിച്ചത്. ആദിവാസിക്ക് വിലയിടുന്നത് സഭ ഒറ്റക്കല്ല. KP ശശികല തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. മതം മാറ്റം തടയാൻ ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മയെ പോലുള്ളവർ ഗ്രാമാന്തരങ്ങളിൽ വളർന്നു വരണമെന്നും ശശികല ആവശ്യപ്പെട്ടു. മതം മാറ്റം തടയാൻ പോലീസ്, കോടതി, ഭരണ സംവിധാനം, രാഷ്ട്രീയക്കാർ ഇവരെയൊന്നും നമ്പാൻ പറ്റില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. മാലിന്യ സംസ്കരണം ഉറവിടങ്ങളിൽ തന്നെ എന്ന പോലെ പ്രാദേശികമായ ശ്രദ്ധയും ചെറുത്തുനിൽപ്പും മാത്രമേ ഇനി കരണീയമായിട്ടുള്ളൂ എന്ന തിരിച്ചറിവിൽ സ്വയം ജ്യോതി ശർമ്മമാരാകുക, ജ്യോതി ശർമ്മമാരെ പ്രോത്സാഹിപ്പിക്കുക, പിന്തുണയ്ക്കുക. ശശികല ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിക്കുന്നു. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മ വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും നേരിടുന്ന ഘട്ടത്തിലാണ് ഓരോരുത്തരും ജ്യോതി ശർമ്മമാരാകണം, ബജ്രംഗ് ദൾ പ്രവർത്തകർ പ്രവർത്തിച്ചതുപോലെ മതം മാറ്റത്തിനെതിരെ ശക്തമായ നടപടികളുമായിട്ട് ഗ്രാമാന്തരങ്ങളോളം ഇറങ്ങിച്ചെല്ലണം എന്നാണ് KP ശശികല തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. മാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കും പോലെ മതം മാറ്റ ശ്രമങ്ങൾ അവിടെ തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കം ബജ്രംഗ് ദളിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായതുപോലെ ഓരോരുത്തരും ബജ്രംഗ് ദളായി മാറണം, ജ്യോതി ശർമ്മമാരായി മാറണം എന്നാണ് ശശികലയുടെ ആവശ്യം. ഇതുകൂടാതെ കത്തോലിക്ക സഭ 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ 250 വർഷക്കാലം ഗോവയിൽ കണ്ണില്ലാത്ത ക്രൂരത നടത്തിയതായും ശശികല പറയുന്നു. ബ്രസ്റ്റ് റിപ്പർ എന്ന പേരിൽ ഒരു ഉപകരണത്തിൻ്റെ ചിത്രം പങ്കുവെച്ചാണ് ഈ ആരോപണം. ചിത്രത്തിൽ കാണുന്നത് ബ്രസ്റ്റ് റിപ്പർ, അതായത് മതം മാറാൻ വിസമ്മതിക്കുന്നവരും മതം മാറിയിട്ടും രഹസ്യമായി പഴയ ദൈവങ്ങളെ ആരാധിക്കുന്നവരുമായ സ്ത്രീകളെ പിടിച്ച് അവരുടെ സ്തനങ്ങൾ പിഴുതെടുക്കാൻ ഉപയോഗിക്കുന്ന ചവണ. ഇതുപോലെ അല്പാൽപമായി പ്രഷർ കൊടുത്ത് കാൽമുട്ടിലെ ചിരട്ട തകർക്കുന്ന ഉപകരണം, പണിയെടുത്ത് ജീവിക്കാൻ കഴിയാതിരിക്കാൻ കയ്യിലെ തള്ളവിരൽ തകർക്കുന്ന ഉപകരണം, ആണികളുള്ള റോളറുകൾ ഘടിപ്പിച്ച ബെഞ്ചിൽ ഉരുട്ടുക, തലകീഴായി കെട്ടിത്തൂക്കി ഇറക്കവാൾ കൊണ്ട് രണ്ടായി ഇറക്കുക, മുഖത്തൊരു മാസ്ക് വെച്ച ആ മാസ്കിൻ്റെ കണ്ണിൻ്റെ ഭാഗത്തുള്ള സ്ക്രൂ മുറുക്കി വളരെ സാവധാനം കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുക, കഴുത്തിൽ ഒരു സ്ക്രൂ സംവിധാനം മുറുക്കി കശേരുക്കൾ തകർക്കുക. അങ്ങനെ ഡസൻ കണക്കിന് കൊടിയ പീഡന ഉപകരണങ്ങൾ. ഇമാതിരി പീഡനം നടത്തി അവിശ്വാസികളെ ശിക്ഷിച്ച് മതം മാറ്റണം എന്ന പദ്ധതി രൂപീകരിച്ച പുരോഹിതൻ ഇന്ന് വാഴ്ത്തപ്പെട്ടവരാണ്. ആ പുരോഹിതൻ്റെ പേരിൽ ഇവിടെ ദേവാലയങ്ങളുണ്ട്. കൃത്യമായി ക്രിസ്ത്യൻ പുരോഹിതരുടെ മേൽനോട്ടത്തിലാണ് ഓരോ ഇരകളും ഈ ഉപകരണങ്ങൾ വെച്ച് കൊല്ലാക്കൊല ചെയ്യപ്പെട്ടിരുന്നത്. വ്യാജമാണ് എന്ന വാദം വിലപ്പോവില്ല. കാരണം കത്തോലിക്കർ ലോകം മുഴുവൻ ഇൻക്വിസിഷൻ ഉപയോഗിക്കുന്ന ഇത്തരം പീഡന ഉപകരണങ്ങൾ ഇപ്പോഴും പല മ്യൂസിയങ്ങളിലുമുണ്ട്. അതായത് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ മതം മാറാൻ വിസമ്മതിച്ച ആളുകളെയും മതം മാറിയിട്ടും താൻ മുൻപ് വിശ്വസിച്ച മതത്തിലെ ദൈവങ്ങളെ ആരാധിക്കുകയും രഹസ്യമായി ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളെ, സ്ത്രീകളാണെങ്കിൽ അവരുടെ സ്തനം പിഴുതു മാറ്റുക, വിരൽ കട്ട് ചെയ്ത് കളയുക, ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുക, അങ്ങനെ വിവിധ തരത്തിൽ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനുള്ള ഉപകരണങ്ങൾ ഈ കത്തോലിക്ക സഭയുടെ ആളുകളുടെ കൈവശമുണ്ടായിരുന്നു. അതിന് നേതൃത്വം നൽകിയിരുന്നത് ഒരു പുരോഹിതനാണ്.
ആ പുരോഹിതൻ്റെ പേരിൽ ഇപ്പോൾ ദേവാലയങ്ങളുണ്ട്, അവിടെ പ്രാർത്ഥനകൾ നടക്കുന്നു. അത്രയും ക്രൂരമായിട്ടാണ് ഇന്ത്യയിൽ 250 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ, കൊടിയ പീഡനങ്ങൾ കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ പീഡനങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ നിലയിലേക്ക് ആളുകൾ വന്നത്. അതുകൊണ്ട് തന്നെ മതം മാറ്റം, നിർബന്ധിത മതം മാറ്റം ഉൾപ്പെടെയുള്ള പരിപാടികളുമായിട്ട് സഭാ നേതൃത്വം ഇറങ്ങാൻ ശ്രമിക്കുന്നത് ബജ്രംഗ് ദളിനെ പോലെയുള്ള ആളുകൾ, ജ്യോതി ശർമ്മയെ പോലുള്ള ആളുകൾ ഇറങ്ങിത്തിരിച്ച് അതിനെതിരെ ചെറുക്കണം എന്നാണ് ഈ KP ശശികല ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ISIS തോറ്റുപോകുന്ന അക്കാലത്തെ പീഡനം ഭയന്ന് പലായനം ചെയ്തവർ ഇന്നും കേരളത്തിലും കർണാടകത്തിലും മഹാരാഷ്ട്രയിലുമൊക്കെയുണ്ട്. വ്യക്തിപരമായ മതവും വിശ്വാസവും ഒക്കെ ആർക്കുമാവാം. ഭൂതകാലത്തിലെ ഇത്തരം നിഷ്ഠൂരമായ നൃശംസതയ്ക്ക് പശ്ചാത്താപവും തിരുത്തലും വേണമെന്നുണ്ടെങ്കിൽ അതും ആവാം. പക്ഷേങ്കിൽ കത്തോലിക്കൻ സായിപ്പന്മാർ കപ്പൽ കയറി വന്നില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇവിടെ ഇപ്പോഴും കോണകമുടുത്ത് നടന്നേനെ എന്നൊക്കെ മീഡിയയിലോ കവലയിലോ പുലമ്പാൻ നിന്നാൽ ഈ പൈശാചിക ഭൂതകാലത്തിനും മറുപടി പറയേണ്ടി വരും എന്നും ശശികല ചൂണ്ടിക്കാണിക്കുന്നു. ബ്രസ്റ്റ് റിപ്പർ എന്നത് മധ്യകാലഘട്ടത്തിലെ യൂറോപ്പിൽ, പ്രത്യേകിച്ച് ഇൻക്വിസിഷൻ കാലഘട്ടത്തിൽ സ്ത്രീകളെ പീഡിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമായിരുന്നെന്നും ഇവർ വിശദീകരിക്കുന്നുണ്ട്. ഇത് സ്ത്രീകളുടെ സ്തനങ്ങൾ വലിച്ചു കീറാൻ രൂപകൽപ്പന ചെയ്ത ഒരു ഇരുമ്പ് ഉപകരണമാണ്. സാധാരണയായി ചൂടാക്കിയ ശേഷമാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. മതപരമായ കുറ്റകൃത്യങ്ങൾ, മന്ത്രവാദം തുടങ്ങിയ ആരോപണങ്ങൾ നേരിടുന്ന സ്ത്രീകളെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. കത്തോലിക്ക സഭയുടെ അധികാരപരിധിയിലുണ്ടായിരുന്ന ഇൻക്വിസിഷൻ കോടതികളാണ് ഇത്തരം ക്രൂരമായ പീഡനമുറകൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. ഈ ഉപകരണം സ്പൈഡർ എന്നും അറിയപ്പെടുന്നു. ഇതുപയോഗിച്ചിട്ടുള്ള പീഡനം അതിക്രൂരമായ ഒന്നായിരുന്നു. ഈ ഉപകരണത്തിൻ്റെ ചിത്രങ്ങളും മാതൃകകളും ചില മ്യൂസിയങ്ങളിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. കേസ് പിൻവലിക്കുന്നതും നിയമ നടപടികൾ അവസാനിപ്പിക്കുന്നതും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ കൊഞ്ഞനം കുത്തുന്നതിന് സമമാണെന്നും ഇവർ ആരോപിച്ചു. കുമാർജി, സെൻകുമാർ, സുരേന്ദ്രൻ എന്നിവരോടൊപ്പം ഞാനും ശബരിമല ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1000-നടുത്ത് കേസുകളിൽ പ്രതികളാണ്. കേസിനാസ്പദമായ സംഗതി നടന്ന ഒരു സ്ഥലത്ത് പോലും ഞങ്ങളാരും ഉണ്ടായിട്ടില്ല. ഓരോ കേസായി കീഴ്ക്കോടതിയിൽ വിളിച്ച് ഹൈക്കോടതിയിലെത്തി തള്ളിപ്പിച്ച് മൊത്തം 9ഓളം കേസുകൾ മാത്രമാണ് 7 വർഷമായിട്ട് ഇതുവരെ ക്വാഷ് ചെയ്തിട്ടുള്ളത്. ലോകത്തൊരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം കേസുകൾ വ്യക്തികൾക്ക് മേൽ ചാർത്തിയ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു സ്ത്രീക്ക് മേൽ ഏറ്റവും അധികം കേസുകൾ ചാർജ് ചെയ്ത വേൾഡ് റെക്കോർഡും എനിക്കാകും. ഇന്ന് പാവപ്പെട്ട കന്യാസ്ത്രീകൾ എന്ന് സംഗതിയും സാധനവും ഒപ്പിച്ച് പാടുന്നവരോട് ഒരു ചോദ്യം. ഞാനടക്കം മേൽപ്പറഞ്ഞവരെല്ലാം ആളെ കൊന്നിട്ടുള്ളവരാണോ? മോഷ്ടാക്കളാണോ? ഗുണ്ടകളാണോ? മതം മാറ്റം നടത്തുന്നവരാണോ? ഞങ്ങളുടെ നിയമ നടപടികൾ ഒഴിവാക്കിത്തരാൻ ഞങ്ങൾ ആരുടെയും കാല് ഇതുവരെ പിടിച്ചിട്ടില്ല, നാളെ പിടിക്കുകയുമില്ല. ഒരു ഗോഡ് ഫാദറും ഞങ്ങൾക്ക് രക്ഷയ്ക്ക് നാളെ ഇതുവരെ എത്തിയിട്ടുമില്ല, എത്തുമെന്നങ്ങോട്ട് പ്രതീക്ഷിച്ചുമില്ല ഞങ്ങൾ പോരാടിയത്. അതായത് കന്യാസ്ത്രീകൾ മതം മാറ്റം നടത്താൻ ശ്രമിച്ചതുകൊണ്ടാണ് അവർ ജയിലിൽ പോയത്. ഞങ്ങളാരും ഈ ജയിലിൽ പോയതും ഞങ്ങളുടെ പേരിൽ കേസ് വന്നതൊന്നും മതം മാറ്റം നടത്തിയതുകൊണ്ടോ അതിനുള്ള ശ്രമം നടത്തിയതുകൊണ്ടോ ഒന്നുമല്ല എന്നാണ് KP ശശികല പറയുന്നത്. അങ്ങേയറ്റം ദൗർഭാഗ്യകരം എന്ന് പറയാം KP ശശികലയുടെ പ്രസ്താവന. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ പഴയ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് മതം മാറ്റവും മതം മാറിയതിനു ശേഷം സ്വന്തം മതത്തിൽ, അതായത് താൻ മുൻപ് ആരാധിച്ചിരുന്ന ദൈവങ്ങളെ ഇപ്പോഴും ആരാധിക്കുന്ന സ്ത്രീകളെ കണ്ടെത്തി, മതം മാറാൻ വിസമ്മതിക്കുന്ന സ്ത്രീകളെ കണ്ടെത്തി അവരുടെ സ്തനങ്ങൾ അറുത്തുമാറ്റി, വിരലുകൾ അറുത്തുമാറ്റി കൊടിയ പീഡനം നടത്തിയിട്ടുള്ളവരാണ് ഈ പറഞ്ഞ കത്തോലിക്ക സഭയുടെ വക്താക്കൾ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ എന്നാണ് KP ശശികല പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അങ്ങേയറ്റം ഒരു സഭയെ ഇടിച്ചു താഴ്ത്തുന്ന രീതിയിലുള്ള പ്രതികരണമാണ് KP ശശികലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.